വന്ദേ മാതരം. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കനായ അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ എം പി അവർ, ആദരണീയനായ ഉദ്ഘാടകൻ AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ എം പി അവർ, നിയുക്ത KPCC അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫ് അവർ, AICCയുടെ കേരളത്തിൻ്റെ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മുൻഷി അവർ, കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവർ, പ്രവർത്തക സമിതി അംഗം ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അവർ, മുൻ KPC പ്രസിഡന്റ് ശ്രീ K മുരളീധരൻ, ശ്രീ VM സുധീരൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്ന ദിവസമാണ്. കഴിഞ്ഞ 4 വർഷക്കാലം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് ധീരോദാത്തമായ നേതൃത്വം നൽകിയ ആദരണീയനായ ശ്രീ കെ സുധാകരൻ എം പിയിൽ നിന്നും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കേരളത്തിൻ്റെ KPCC അധ്യക്ഷനായി നിയമിച്ചിരിക്കുന്ന ഏറ്റവും ബഹുമാന്യനായ അഡ്വക്കേറ്റ് ശ്രീ സണ്ണി ജോസഫ് അവർകളും, KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരായ ആദരണീയരായ ശ്രീ PC വിഷ്ണുനാഥ് MLA, ശ്രീ AP അനിൽകുമാർ MLA, ശ്രീ ഷാഫി പറമ്പിൽ MLA, UDFൻ്റെ ആദരണീയനായ കൺവീനർ ശ്രീ അടൂർ പ്രകാശ് എന്നിവർ ചുമതല ഏറ്റെടുക്കുന്ന ഏറ്റവും മഹനീയമായ ഒരു ദിവസമാണ്. കേരളത്തിലെ കോൺഗ്രസിന് പുതിയ ദിശാബോധം നൽകുന്ന ഏറ്റവും ആദരണീയമായ ഈ ഒരു തീരുമാനത്തിനാണ് നമ്മളിന്ന് സാക്ഷ്യം വഹിക്കുന്നത്. ഇന്ന് ഇവിടെ ചുമതല ഏറ്റെടുക്കുന്നത് 3 വർഷക്കാലം 3 ടേമായി പേരാവൂരിൻ്റെ MLA ആയിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിലെ സൗമ്യ മുഖമായ ആദരണീയനായ ശ്രീ സണ്ണി ജോസഫ് അവർകളാണ് ഇന്ന് നമ്മുടെ KPCC അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്ന ബഹുമാന്യനായ സഹപ്രവർത്തകൻ, നമ്മുടെ നേതാവ്. നിയുക്ത KPCC അധ്യക്ഷൻ കേരളത്തിൻ്റെ പ്രതീക്ഷയായ അഡ്വക്കേറ്റ് ശ്രീ സണ്ണി ജോസഫ് അവർകളെ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 2021 KPCC അധ്യക്ഷനായി എത്തിയത് മുതൽ ഇന്ന് ആ ചുമതല ഒഴിയുന്നതുവരെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനും സമരോത്മുഖമായ സമരമാർഗത്തിലൂടെ കൂടുതൽ ജനകീയമാക്കാനും എനിക്ക് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് കടപ്പാടുണ്ട്. നിങ്ങളുടെ പിന്തുണയും എനിക്കുണ്ടായിരുന്നു എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ഞാൻ അധ്യക്ഷനായിരുന്ന കാലയളവിൽ നിയമസഭാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും മികച്ച വിജയം നേടാൻ നമുക്ക് സാധിച്ചിരുന്നു. നിങ്ങൾ അധ്വാനിച്ചു, കഷ്ടപ്പെട്ട്, വിയർപ്പൊഴുക്കി, ജനങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി വോട്ട് വാങ്ങി ആ നിലയിലേക്ക് കോൺഗ്രസിനെ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. അതിന് നിങ്ങളോടൊപ്പം നിൽക്കാൻ എനിക്ക് സാധിച്ചു എന്നത് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ചാരിതാർത്ഥ്യത്തിൻ്റെ കാലഘട്ടമാണ് എന്ന് പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. തിരഞ്ഞെടുപ്പുകളിൽ തിളക്കമാർന്ന വിജയം നേടാൻ സാധിച്ചു. ചേലക്കരയിൽ പരാജയപ്പെട്ടെങ്കിലും CPMൻ്റെ ഭൂരിപക്ഷം അവരുടെ കോട്ടയിലെ കുത്തനെ കുറക്കാൻ എനിക്ക് തോന്നുന്നു 20,000 വോട്ടാ 40,000 വോട്ടായിരുന്നു ആദ്യത്തെ ഭൂരിപക്ഷം. അത് 13,000-ലേക്ക് താഴ്ത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. നിർഭാഗ്യത്തിനാണ് നമ്മുടെ സഹോദരി എന്നവിടെ പരാജയപ്പെട്ടത് എന്ന് ഞാൻ ഓർക്കുകയാണ്. നമ്മൾ മുൻപോട്ടേ പോയിട്ടുള്ളൂ, പിറകോട്ട് പോയിട്ടില്ല. എൻ്റെ കാലയളവിൽ ഞാൻ അവകാശപ്പെടുന്നു നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളോടൊപ്പം നിങ്ങളെ പിന്തുണയോടുകൂടി എനിക്കുണ്ടാക്കാൻ സാധിച്ചത് നേട്ടം മാത്രമാണ്, കോട്ടമില്ല എന്നെനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെട്ടിത്തുറന്ന് പറയാനുള്ള നട്ടൽ എനിക്കുണ്ട്. അത് വിശ്വാസം കൊണ്ടാണ്, യാഥാർത്ഥ്യബോധം കൊണ്ടാണ്. ബഹുമാന്യരായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലിൻ്റെയും AICC ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മുൻഷിയുടെയും സാന്നിധ്യത്തിൽ, പ്രതിപക്ഷ നേതാവിൻ്റെയും വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ ആദരണീയനായ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് അഡ്വക്കേറ്റ് ശ്രീ സണ്ണി ജോസഫ് അവർകൾ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. ആശയങ്ങളിലും നിലപാടുകളിലും അടിയുറച്ചു നിൽക്കുന്ന ധീരനായ പോരാളി, ഇതാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. പേരാവൂരിൽ നിന്നും 3 തവണ തുടർച്ചയായി എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ജയിക്കുക മാത്രമല്ല, കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കാൻ
ഏറ്റവും വിലപ്പെട്ട സംഭാവന നൽകിയ ഒരു ധീരനായ നേതാവിനെയാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കേരളത്തിൻ്റെ പുതിയ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തിരിക്കുന്ന സണ്ണി ആ ചുമതല ഭംഗിയായി നിർവഹിക്കും എന്നുള്ള കാര്യത്തിൽ തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് നമുക്കെല്ലാവർക്കും. നമുക്കറിയാം KPCCക്ക് ഒരു നേതൃത്വം, പുതിയ നേതൃത്വം ഉണ്ടായിരിക്കുക. കഴിഞ്ഞ 4 വർഷക്കാലം ഈ പ്രസ്ഥാനത്തിന് ഉജ്ജ്വലമായ നേതൃത്വം കൊടുത്ത നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ സുധാകരേട്ടന് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹൃദയംഗമമായ നന്ദി പറയുക. അദ്ദേഹം ഇവിടെ വളരെ വിശദീകരിച്ച് പറഞ്ഞതുപോലെ ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് നേട്ടങ്ങളും നമുക്ക് കഴിഞ്ഞ 4 വർഷം ഉണ്ടാക്കാൻ കഴിഞ്ഞു. തുടർച്ചയായി ഭരണം നഷ്ടപ്പെട്ടതിന് ശേഷം എല്ലാവരും പ്രയാസപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സുധാകരേട്ടൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ നേതൃത്വം കടന്നു വന്നത്. അതെല്ലാം ആത്മവിശ്വാസം തിരികെ കൊണ്ടുവന്ന് നമുക്ക് തിരിച്ച് വീണ്ടും അധികാരത്തിലെത്താമെന്നുള്ള പ്രതീക്ഷ ഉണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് കഴിഞ്ഞുവെന്ന് ഞാൻ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം ശ്രീ സണ്ണി ജോസഫ് ഇന്ന് KPCCയുടെ അധ്യക്ഷനായി ചുമതലയേറ്റിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൻ്റെ സൗമ്യമായ മുഖമാണ്, പക്വതയാർന്ന മുഖമാണ് ശ്രീ സണ്ണി ജോസഫ്. വാക്കുകളിലെ അച്ചടക്കവും വാക്കുകളിലെ തെളിമയും വാക്കുകളിലെ ആഴവുമാണ് സണ്ണി ജോസഫിനെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. നിയമസഭയിൽ ഒരു സങ്കീർണമായ പ്രശ്നം അവതരിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ പറയും സണ്ണി വക്കീലെ എന്ന് വിളിക്കും. അദ്ദേഹം ഏത് സങ്കീർണമായ പ്രശ്നമാണെങ്കിലും അതിമനോഹരമായി ആഴത്തിൽ അത് അവതരിപ്പിക്കും. തികഞ്ഞ രാഷ്ട്രീയ ബോധമുള്ള, സംഘടനാ ബോധ്യമുള്ള ഒരാളാണ് അദ്ദേഹം. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ചെയർമാനിൽ നിന്ന് കാലിക്കറ്റ് സർവകലാശാലയിലെ 77 സിൻഡിക്കേറ്റ് അംഗം, പിന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, സഹകരണ മേഖലയിൽ എല്ലാം തിളങ്ങി നിന്ന ഒരാളാണ്. ഉജ്ജ്വലനായ അഭിഭാഷകനാണ്, മികച്ച പാർലമെന്റേറിയനാണ്. അദ്ദേഹത്തിൻ്റെ പക്വതയാർന്ന നേതൃത്വം എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തി കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള 100% ശുഭപ്രതീക്ഷ നമുക്കെല്ലാവർക്കുമുണ്ട്. അദ്ദേഹത്തിന് ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ്. It is not easy to fight LDF and to fight the communal forces in Kerala. But I am sure if each and everyone here we promise today that we will fight to get justice and we will fight to spread love, we will definitely change the LDF here in Kerala and we will come into power. വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ അധ്യക്ഷനായി UDF കൺവീനറായി ശ്രീ അടൂർ പ്രകാശും വർക്കിംഗ് പ്രസിഡന്റുമാരും ചാർജ് എടുക്കുന്ന അവിസ്മരണീയമായ ഒരു മുഹൂർത്തമാണിത്. വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ശ്രീ സണ്ണി ജോസഫും അടൂർ പ്രകാശും വർക്കിംഗ് പ്രസിഡന്റുമാരും ഈ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. നമുക്കറിയാം 4 വർഷക്കാലം ശ്രീ K. സുധാകരൻ പാർട്ടിക്ക് ശക്തമായ നേതൃത്വം നൽകുകയുണ്ടായി. അദ്ദേഹം ഇവിടെ പ്രതിപാദിച്ച പോലെ ധാരാളം നേട്ടങ്ങൾ പാർട്ടിക്ക് കഴിഞ്ഞ 4 വർഷക്കാലം ഉണ്ടായി എന്നുള്ള വസ്തുതയാണ്. ആ നേട്ടങ്ങളുടെ പിന്തുടർന്നുകൊണ്ട് പുതിയ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫിനും സഹപ്രവർത്തകർക്കും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് ആത്മാർത്ഥമായി ആശംസിക്കാനുള്ളത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ സ്ഥാനാരോഹണ ചടങ്ങിൽ നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത്. ശ്രീ സണ്ണി ജോസഫിനെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ 38ാമത്തെ പ്രസിഡന്റായിട്ടാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം നിയമിച്ചിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം കരുത്തന്മാരായ 3 വൈസ് പ്രസിഡന്റുമാരെ അനുമോദിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ സഹായങ്ങളും സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യുകയാണ്. ശ്രീ സണ്ണി ജോസഫിനെ അഭിനന്ദിക്കുന്നതിന് മുമ്പ് ആദ്യമായി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അഭിനന്ദിക്കുക. കാരണം ശരിയായ സമയത്ത് ശരിയായ ലിസ്റ്റ് തന്നെ പുറത്തിറക്കി.
അതായത് യുദ്ധം ഉണ്ടാകുമോ എന്നുള്ള അന്തരീക്ഷത്തിൽ എല്ലാവരും ഇങ്ങനെ ഭയന്നിരിക്കുമ്പോഴാണ് ഈ ലിസ്റ്റ് പുറത്തു വന്നത്. അതുകൊണ്ട് ബോംബ് പൊട്ടും എന്ന് വിചാരിച്ച സ്ഥാനത്ത് ഒരു പടക്കം പോലും പൊട്ടിയില്ല. അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞ ശരിയായ സമയത്ത് ശരിയായ ലിസ്റ്റ് പുറത്തിറങ്ങി. രണ്ടാമത് എനിക്ക് തോന്നി വിരുദ്ധ ചേരിയിൽ നിൽക്കുമ്പോഴും ചില ആളുകൾക്ക് ചില സമാനതകളുണ്ടാവും. ഞാൻ സണ്ണിയെയും ഗോവിന്ദൻ മാഷയെയും കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഗോവിന്ദൻ മാഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ സണ്ണി ജോസഫ് DCC പ്രസിഡൻ്റായി. ഇപ്പോൾ ഗോവിന്ദൻ മാഷ് സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ സണ്ണി ജോസഫ് KPCC പ്രസിഡൻ്റ്. അതാ ഞാൻ പറഞ്ഞ വിരുദ്ധ ചേരിയിൽ നിൽക്കുമ്പോഴും എല്ലാവരും ചിലർക്ക് ചില സമാനതകളുണ്ടാകും എന്ന് പറയാൻ കാരണം. ഏതായാലും സണ്ണിക്ക് ഞാൻ എല്ലാ ഭാവങ്ങളും നേടുന്നതോടൊപ്പം തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഭാഗ്യം കൂടെ അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. KPCC പ്രസിഡൻ്റാകാനുള്ള എല്ലാ അർഹതയും പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് നമുക്ക് അഭിമാനത്തോടു കൂടി ആരുടെ മുമ്പിലും അവതരിപ്പിക്കാൻ കഴിയുന്ന പാരമ്പര്യമുള്ള ഒരു നേതാവാണ് ശ്രീ സണ്ണി ജോസഫ്. ഇവിടെ ശ്രീ മുരളി പറഞ്ഞതുപോലെ കണ്ണൂരിൽ നിന്ന് ശ്രീ K. സുധാകരൻ്റെ ഏറ്റവും വിശ്വസ്തനായ അനുയായിയായിട്ടാണ് അദ്ദേഹം ഈ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിന്നതെങ്കിൽ രണ്ടുപേരും തമ്മിലുള്ള പ്രവർത്തന ശൈലി രാത്രിയും പകലും പോലുള്ളതാണ്. കമ്മ്യൂണിസ്റ്റുകാരെ നേരിടുന്നതിൽ ശ്രീ സുധാകരൻ ഒരു പടക്കുതിരയാണെങ്കിൽ ശ്രീ സണ്ണി ജോസഫ് വളരെ തന്മയത്വത്തോടുകൂടി സമചിത്തത പാലിച്ചുകൊണ്ട് ഒരു ഗാന്ധിയൻ സമീപനത്തോടുകൂടി മാർക്സിസ്റ്റുകാരെ എതിർക്കുന്ന ആളായി. അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് അത്രമാത്രം ചാതുര്യമുണ്ട്. ഇവിടെ ശ്രീ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശരിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ ആഴം, അദ്ദേഹത്തിൻ്റെ സൗമ്യത, അദ്ദേഹത്തിൻ്റെ ഇതെല്ലാം നമുക്ക് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് കൈമുതലാണ്. അതുപോലെ തന്നെ 3 വർക്കിംഗ് പ്രസിഡന്റന്മാർ, 3 പേരും ശരിക്കും 2 പേരും പടക്കുതിരകളാണ്, തർക്കമില്ല. ഷാഫി പറമ്പിലും ശ്രീ വിഷ്ണുനാഥും ശ്രീ അനിൽകുമാർ ശ്രീ നമ്മുടെ പ്രസിഡന്റ് സണ്ണി ജോസഫിന് പറ്റിയ ഒരു സഹപ്രവർത്തകരാണ്. 2 പേരും ഏതാണ്ട് ഒരേ പ്രവർത്തന ശൈലിയാണ്, സൗമ്യനാണ്, വളരെ ശാന്തനാണ്. പക്ഷെ പ്രവർത്തനത്തിൽ അങ്ങനെയല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാലും ഈ 2 പടക്കുതിരകളും കൂടി ഈ വളരെ സൗമ്യനും ശാന്തനുമായ ശ്രീ സണ്ണി ജോസഫിനും അനിൽകുമാറിനോടൊപ്പം നമ്മുടെ പാർട്ടിക്ക് നേതൃത്വം നൽകി തിരഞ്ഞെടുപ്പ് പോരാട്ടത്തെ നയിക്കുമ്പോൾ നമ്മുടെ സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് ഒരു കാര്യം പറഞ്ഞു: ഒരു പടക്കുതിരയെപ്പോലെ ഈ സർക്കാരിനെ എതിർക്കാനുള്ള പോരാട്ടത്തിൽ ഞാനും നിങ്ങളുടെ മുമ്പിലുണ്ടാവും. അപ്പം 3 പടക്കുതിരകൾ ഒരുമിച്ചുള്ള ഒരു പോരാട്ടം, അതാണ് ഇനി ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഒരു ചുമതല എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് ആ ചുമതല ഏറ്റെടുക്കുവാൻ ഞാൻ തയ്യാറാവുകയാണ്. എനിക്കൊരു അഭിമാനബോധം മനസ്സിൽ തോന്നുന്നത് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രവർത്തകനായിരിക്കുന്ന കാലഘട്ടത്തിൽ ബഹുമാനായ ശ്രീ MM ഹസൻ അദ്ദേഹത്തിൻ്റെ പേരുകൾ ചുവരിൽ എഴുതിക്കൊണ്ടാണ് അന്ന് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രവർത്തകനായി തുടക്കം കുറിച്ചത്. ആ തുടക്കം ഇന്ന് അദ്ദേഹത്തിൽ നിന്നും ആ ചുമതല ഏറ്റെടുക്കുവാൻ എനിക്കൊരു മഹാഭാഗ്യം ലഭ്യമായി എന്ന് പറയുമ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനം ഉണ്ടാക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ஐக்கிய ஜனாதிபதி முன்னணியை திருச்சி வெற்றி பெற செய்வோம் என்ற ஒரே குறிக்கோளோடு நாம் முன்னோட்டு செல்வோம் என்று கூறி வந்திருந்த அனைவருக்கும் என் நன்றியை தெரிவித்துக் கொண்டு நன்றி, நமஸ்காரம், ஜெய்ஹிந்த். വളരെയധികം സംതൃപ്തിയും സന്തോഷവും അഭിമാനമുള്ള നിമിഷമാണ് വ്യക്തിപരമായി എനിക്ക്. ഞാൻ 2002 ഈ KPCC ഓഫീസിൽ
KSU സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി ചുമതല ഏറ്റെടുക്കുമ്പോൾ അന്ന് KPCCയുടെ പ്രസിഡൻ്റായിരുന്നത് ബഹുമാനായ ശ്രീ K. മുരളീധരൻ അവർകളായിരുന്നു. പിന്നീട് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായി ഇതേ ഓഫീസിൽ ചുമതല ഏറ്റെടുക്കുമ്പോൾ അന്നത്തെ KPCCയുടെ പ്രസിഡന്റ് ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തല അവർകളായിരുന്നു. പിന്നീട് എനിക്ക് KPCCയുടെ പ്രസിഡന്റുമാരായ ശ്രീ VM സുധീരൻ്റെ ഒപ്പം ജനറൽ സെക്രട്ടറിയായും ശ്രീ MM ഹസനോടൊപ്പം KPCC ജനറൽ സെക്രട്ടറിയായും ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനോടൊപ്പം KPCCയുടെ വൈസ് പ്രസിഡൻ്റായും പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നെ ബഹുമാനായ ശ്രീ KC വേണുഗോപാൽ അവർകളാണ് അദ്ദേഹത്തിൻ്റെ ടീമിൽ അംഗമായി ആദ്യമായി AICCയുടെ സെക്രട്ടറിയായി അദ്ദേഹം AICCയുടെ ജനറൽ സെക്രട്ടറി ആയ അവസരത്തിൽ കർണാടകത്തിൽ AICCയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ അവസരം തന്നത്. അതിനുശേഷം ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കർണാടകത്തിൽ കോൺഗ്രസിനെ അധികാരത്തിൽ സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയായി കൊണ്ടുവന്നു. എന്നോട് അദ്ദേഹം വീണ്ടും പറഞ്ഞു, തെലങ്കാനയിൽ പോയി AICCക്ക് വേണ്ടി പ്രവർത്തിക്കണം. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമായിരുന്നു, ആവശ്യമായിരുന്നു. അത് സ്വീകരിച്ചുകൊണ്ടാണ് തെലങ്കാനയിലും പോയി പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തെലങ്കാനയിൽ നമുക്ക് വിജയം നേടാൻ കഴിഞ്ഞു. ബഹുമാന്യായ ദീപാദാസ് മുൻഷിയോടൊപ്പം അവിടെ AICC സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. കേരളത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളത്, KPCCയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു കോൺഗ്രസ് പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനവും ആഹ്ലാദവും സന്തോഷവും ഉള്ളൊരു കാര്യമാണ്. ഇന്ന് ശ്രീ AP അനിൽകുമാറിനോടും ഷാഫി പറമ്പിലിനോടൊപ്പം ശ്രീ സണ്ണി ജോസഫിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞതിൽ വലിയ തോതിൽ അഭിമാനിക്കുന്നു. പിന്നെ അതിന് പ്രാപ്തരാക്കിയ എല്ലാ നേതാക്കന്മാരെയും ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി അടക്കമുള്ളവരെ ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു, അനുസ്മരിക്കുന്നു. 1987 കേരള മാർച്ചിന് തൊട്ട് മുമ്പ് ഞങ്ങൾ 2 പേരെയാണ് അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹികളായി അദ്ദേഹം നോമിനേറ്റ് ചെയ്തത്. ഞാനത് ഓർക്കാൻ കാരണം അന്ന് എന്നോടൊപ്പം നോമിനേറ്റ് ചെയ്ത ശ്രീ MM ബഷീർ അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം അകാലത്തിൽ മരിച്ചുപോയി. അതിനുശേഷം അതിനു മുമ്പും KSUവിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കാലം. അതിനുശേഷം ഒരുപാട് അവസരങ്ങൾ പാർട്ടി എനിക്ക് നൽകിയിട്ടുണ്ട്. നൽകിയ അവസരങ്ങളിലൊക്കെ തന്നെ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. ജനങ്ങളോട് നീതി പുലർത്താൻ പരമാവധി എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. 96 നിയമസഭയിൽ ആദ്യം മത്സരിക്കുന്നത്. ബഹുമാന്യനായ ശ്രീ KC വേണുഗോപാൽ, പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത ശ്രീ പ്രതാപവർമ്മ തമ്പാൻ, ഞങ്ങൾ 4 പേരുമാണ് അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കുന്ന ആളുകൾ. അന്ന് ഭാഗ്യമെന്ന് പറയട്ടെ ശ്രീ KC വേണുഗോപാൽ മാത്രമാണ് അന്ന് വിജയിച്ചത്. നിർഭാഗ്യമെന്ന് പറയട്ടെ ഞാനും VD സതീശനും പ്രതാപവർമ്മ തമ്പാനും വന്ന് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. പിന്നീട് 2001 വീണ്ടും മത്സരിക്കാൻ അവസരം കിട്ടിയത്. ശ്രീ VD സതീശൻ സൂചിപ്പിച്ചതുപോലെ 1/4 നൂറ്റാണ്ട് പിന്നിടുകയാണ്. ആ 1/4 നൂറ്റാണ്ട് പിന്നിടുന്നതിൽ എനിക്കല്ല അഭിമാനമുള്ളത്, എന്നെ സഹായിച്ച വണ്ടൂരിലെ ജനങ്ങളോട്, എപ്പോഴും എന്നോടൊപ്പം നിൽക്കുന്ന വണ്ടൂരിലെ ജനങ്ങളെ വിസ്മരിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. വാക്കുകൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത വലിയ അംഗീകാരവും അഭിമാനബോധവുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന നമ്മുടെ മഹാപ്രസ്ഥാനം നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനൊരു നിയോഗം എന്നെപ്പോലെ താരതമ്യേന ജൂനിയറായ ആളെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ സ്ഥാനം നൽകി പ്രിയപ്പെട്ട KC വേണുഗോപാൽ MP ഫോണിൽ വിളിച്ച് പറഞ്ഞ ആദ്യത്തെ കാര്യം, വ്യക്തിപരമായി കിട്ടുന്ന ഒരു അവസരമായിട്ടല്ല, പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്തമായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം ആദ്യം സൂചിപ്പിച്ചത്. പ്രിയപ്പെട്ട ദീപാദാസ് മുൻഷിജി ഉൾപ്പെടെയുള്ള പാർട്ടി ഹൈക്കമാൻഡിനോട്, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തോടും കേരളത്തിലെ KSUക്കാരനെയും യൂത്ത് കോൺഗ്രസ്സുകാരനെയും കൂടെ പ്രതിനിധീകരിച്ച് കിട്ടുന്ന ഒരു അവസരമെന്ന നിലക്ക് കോൺഗ്രസിൻ്റെ യുവജന സഹപ്രവർത്തകരുടെ കൂടെ പേരിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെല്ലാവരും ചേർന്ന് ആവർത്തിക്കാൻ പോകുന്നത് 2021 അല്ല, നമ്മളെല്ലാവരും ചേർന്ന് ആവർത്തിക്കാൻ പോകുന്നത് 2016 അല്ല, നമ്മളെല്ലാവരും ചേർന്ന് ആവർത്തിക്കാൻ പോകുന്നത് 2011 പോലുമല്ല, നമ്മളെല്ലാവരും ചേർന്ന് ആവർത്തിക്കാൻ പോകുന്നത് പ്രതിപക്ഷ നേതാവ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2001 എന്നുള്ളതാണ് ഈ കാലഘട്ടം, ഈ നാട് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നതിന് വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഞങ്ങളുടെ ഈ ടീമിനെ, കേരളത്തിലെ കോൺഗ്രസിനെ കൂട്ടായി നയിക്കാൻ
നിയോഗിച്ച ആ വാർത്ത അറിഞ്ഞ സമയം മുതൽ ഞങ്ങൾക്ക് ആവശ്യമായ പ്രോത്സാഹനവും പിന്തുണയും നൽകുന്ന നിങ്ങൾ ഓരോരുത്തർക്കും, ഇവിടെ വരുന്നവർക്കും വരാൻ കഴിയാതെ ഞങ്ങളെ വിളിച്ച് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും പിന്തുണയും അറിയിച്ച എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. രാവിലെ 9:30 മണിക്ക് വന്ന് ഈ ഹാള് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണ്. ഒരുപാട് പേർക്ക് ഇങ്ങോട്ട് കയറി വരാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. AC വർക്ക് ചെയ്യുന്നുള്ള ധാരണയിൽ വാതിലുകളും ജനലുകളും അടച്ചു. പക്ഷേ നേരെ AC നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല, നല്ല ചൂടുണ്ട്. എങ്കിൽ പോലും എല്ലാവരും കാത്തു നിൽക്കുകയാണ് ഈ സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ മുന്നേറ്റത്തിൻ്റെ കൂട്ടായ്മയിൽ അണിചേരുന്നതിന് വേണ്ടിയാണ് എല്ലാവരും കാത്തു നിൽക്കുന്നത്. ഇവിടെ ശ്രീ ഷാഫി പറഞ്ഞതുപോലെ AK ആന്റണി KPCCയുടെ പ്രസിഡന്റായിരുന്നപ്പോൾ ഒരു വിദ്യാർത്ഥി മാത്രമായിരുന്ന, മുദ്രാവാക്യം വിളിച്ചു കൊടുത്ത ഒരു വിദ്യാർത്ഥിയായിരുന്ന അന്ന് AK ആന്റണി ഉളിക്കലിലെ പരിപാടി കഴിഞ്ഞ് പിറ്റേ ദിവസം പയ്യാവൂരാണ്. ഞാൻ വീട്ടിൽ പോയി, 2 മൈൽ ദൂരെയുള്ള എൻ്റെ വീട്ടിൽ പോയി അന്നത്തെ എൻ്റെ ഷർട്ടും മുണ്ടും ആ നൂലിയിൽ അലക്കി പിറ്റേ ദിവസം രാവിലെ തേച്ച് രാവിലെ 10 മണിക്ക് പയ്യാവൂരിലേക്ക് നടന്നെത്തി അനൗൺസ്മെൻറ്റിൻ്റെ വണ്ടിയിൽ ഞാൻ വീണ്ടും കയറിയത് ഓർമ്മിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ളൊരു സാധാരണ കാർഷിക മേഖലയിൽ നിന്ന് നേരത്തെ KCM എന്നോട് പറഞ്ഞു, ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ AK ആന്റണിയും പറഞ്ഞു, മലയോരത്ത് നിന്ന് ആദ്യമായിട്ട് കേരളത്തിലെ കോൺഗ്രസ്സിന് ഒരു പ്രസിഡന്റ് ഉണ്ടാകുന്നു. എന്നെ ഞാനാക്കിയ, എന്നെ ഈ കാര്യത്തിൽ എന്നെ പ്രോത്സാഹിപ്പിച്ച, എന്നെ അംഗീകരിച്ച, എന്നെ നിയമിച്ച അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയോടും കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരോടും സഹപ്രവർത്തകരോടും എനിക്കുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്.